ഹലോ നമസ്കാരം, എല്ലാവർക്കും തിരുവോണാശംസകൾ. തിരുവോണ നാളുകളിലെ പുലരികളിൽ എറണാകുളത്ത് പതിവായി കാണുന്ന ഒരു സവിശേഷ കാഴ്ചയിലേക്കാണ് ഇന്ന് സൈഡിലേഴ്സ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് കാണണമെങ്കിൽ നിങ്ങൾ കലൂർ കടവന്ത്ര റോഡിലേക്ക് വരണം. കണ്ടില്ലേ ഈ വാഹനങ്ങളുടെ നീണ്ട നിരയും ട്രാഫിക് ജാമും എല്ലാം? ഇത് ഏതെങ്കിലും അമ്പലത്തിലേക്കോ ഷോപ്പിംഗ് മാളിലേക്കോ തുണിക്കടയിലേക്കോ ഉള്ള തിരക്കല്ല. പിന്നെ എവിടേക്കാണ് അതിരാവിലെ തന്നെ ഇത്രയും ആളുകൾ കൂട്ടത്തോടെ പോകുന്നത്? വരും, നമുക്ക് നോക്കാം. തിരക്കിന്റെ സോഴ്സ് അന്വേഷിച്ച് പോയപ്പോൾ എത്തിയത് ഇവിടെയാണ്, വിനായക. തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളും പായസങ്ങളും മറ്റും വാങ്ങാനെത്തിയവരുടെ തിരക്കാണിത്. ഇവരിൽ മിക്ക പേരും നേരത്തെ തന്നെ സദ്യയോ പായസമോ ബുക്ക് ചെയ്ത് അത് ഏറ്റുവാങ്ങാനായി വന്നവരാണ്. നേരത്തെ ബുക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇതാ ഈ നീണ്ട നിരയിൽ തങ്ങളുടെ ഊഴം കാത്തു നിൽക്കണം. ദീർഘനേരം ക്യൂ നിന്നൊടുവിൽ മനസ്സിൽ കൊതിച്ച പായസം കിട്ടിയപ്പോൾ അതും മാറോടടുക്കി പിടിച്ചു വരുന്ന പലരെയും കാണാൻ പറ്റി. സദ്യയാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. തങ്ങളുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ മുന്നിൽ ചെന്ന് ഏറ്റുവാങ്ങണം. പവിത്രൻ തിരുവോണ നാളിൽ കുടുംബത്തോടൊപ്പം ഇരിക്കേണ്ട സമയത്ത് ഈ തിരക്കിൽ വന്ന് ദീർഘനേരം കാത്തു നിൽക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താവും? നീണ്ട ക്യൂവിന്റെ അവസാന സ്ഥാനത്തായിട്ട് പോലും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന പ്രകാശൻ ചേട്ടനോട് ചോദിക്കാം. ടേസ്റ്റി ഫുഡാണ്. എത്ര ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ, കിട്ടുമോ? കിട്ടും. കഴിഞ്ഞ വർഷം നേരത്തെ എല്ലാ വർഷങ്ങളിലും ഇവിടെ നിന്നാണ് മേടിക്കണത്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ ഇവിടുത്തെയാണ്. ഹാപ്പി ഓണം. സോ അതാണ് വിനായക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.